Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM തേർഡ് സെമസ്റ്റർ എക്സാംസ് ജനുവരി 7th സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ നമ്മൾ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് ആരംഭിച്ചിട്ടുണ്ട് ഓൾറെഡി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിംഗ് പാർട്ട് 1 ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ, അതുപോലെ തന്നെ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള essay ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 വെയിറ്റേജിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. പാർട്ട് എയില് 7 ചോദ്യങ്ങളിൽ സാധാരണ 6 തിയറി ചോദ്യങ്ങളും ഒരു പ്രോബ്ലം ആണ് കണ്ടുവരാറ്. സോ അതിലെല്ലാ പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളത് അസസ്മെന്റിനെ റിലേറ്റ് ചെയ്തുള്ള ഒരു ചോദ്യമാണ്. നിർബന്ധമായും എന്താണ് അസസ്മെന്റ്, അതിലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസസ്മെന്റ് പഠിച്ചിരിക്കണം. ഏതെങ്കിലും ഒരെണ്ണം അസസ്മെന്റിലെ മസ്റ്റ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അതിൽ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരുന്ന 1-2 മെൻഷൻ ചെയ്യാണ്. അതിൽ ആദ്യത്തെയാണ് സെൽഫ് അസസ്മെന്റ് എന്ന് പറയുന്നത്. രണ്ടാമത് ഫേസ്ലെസ് അസസ്മെന്റ് നിർബന്ധമായി നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ്, ജഡ്ജ്മെന്റ് അസസ്മെന്റ്. അതുപോലെ തന്നെ ഇതിനേക്കാൾ മുമ്പ് വന്നിട്ടുള്ളതാണ് ജൂറിസ്ഡിക്ഷൻലെസ് അസസ്മെന്റ്. അതും ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്, ജൂറിസ്ഡിക്ഷൻലെസ് അസസ്മെന്റ്. അപ്പോൾ ഇങ്ങനെ അസസ്മെന്റ് എന്താണ്, ചിലപ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് കണ്ടുവരാറ്. റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ളതാണ് ഈ സെൽഫ്, അതുപോലെ തന്നെ ഫേസ്ലെസ്, ബെസ്റ്റ് ജഡ്ജ്മെന്റ്, ജൂറിസ്ഡിക്ഷൻലെസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിർബന്ധമായും ഈ ഒരു ടോപ്പിക്ക് പഠിച്ചിരിക്കണം. നെക്സ്റ്റ് മിക്ക പേപ്പറിലും വരാറുള്ളതാണ് റിട്ടേണിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം. റിട്ടേൺ എന്താണ്, അതിൽ ഡിഫറെന്റ് ടൈപ്സ് നോക്കി വെക്കുക. ഇപ്പോൾ ബിലേറ്റഡ് റിട്ടേൺ എന്താണ്, ഡിഫക്റ്റീവ് റിട്ടേൺ എന്താണ്, ബിലേറ്റഡ് റിട്ടേൺ, അതുപോലെ തന്നെ ഡിഫക്റ്റീവ് റിട്ടേൺ ഇതൊക്കെ വരാം. അതുപോലെ തന്നെ ഫൈലിംഗ് ഓഫ് റിട്ടേൺ എന്താണ്, ഫൈലിംഗ് ഓഫ് റിട്ടേൺ എന്താണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം കേട്ടോ. ദെൻ നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യം TCS എന്താണ്, TDS എന്താണ്, അഡ്വാൻസ് ടാക്സ് എന്താണ്. അഡ്വാൻസ് ടാക്സിന്റെ പ്രോബ്ലം സിമ്പിൾ ആയിട്ടുള്ളത് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, അത് നോക്കിക്കോളൂ. ദെൻ പാൻ എന്താണ്, അപ്പൊ ഇതൊക്കെ നിർബന്ധമായും നോക്കുക. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഇൻഡെക്സേഷൻ എന്താണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് 3-4 ടോപ്പിക്കിൽ ഏതെങ്കിലും ഒരെണ്ണം വരാറുള്ളതാണ് ടാക്സ് മാനേജ്മെന്റ് എന്താണ്, ദെൻ ടാക്സ് പ്ലാനിങ് എന്താണ്, ദെൻ ടാക്സ് അവോയ്ഡൻസ് എന്താണ്, ദെൻ ടാക്സ് ഇവേഷൻ എന്താണ്. സോ ഇതിലേതെങ്കിലും ഒരെണ്ണം മിക്ക പേപ്പറിലും വരാറുള്ളതാണ് ടാക്സ് അവോയ്ഡൻസ്, ടാക്സ് ഇവേഷൻ, അതുപോലെ തന്നെ ടാക്സ് മാനേജ്മെന്റ്, ടാക്സ് പ്ലാനിങ്. ഓക്കെ, ടാക്സ് അവോയ്ഡൻസ് പറഞ്ഞു, ടാക്സ് ഇവേഷൻ പറഞ്ഞു, ടാക്സ് പ്ലാനിങ്, ടാക്സ് മാനേജ്മെന്റ് പറഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോഫിറ്റ് ഇൻ ലീവ് ഓഫ് സാലറി, ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറിൽ വന്നിട്ടുള്ള ചോദ്യമാണ് ഓഫ് സാലറി, നിർബന്ധമായും നോക്കാം, ഈസി. ഇനി നെക്സ്റ്റ് ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എനി 4 items നോട്ട് ചാർജബിൾ ടു ഇൻകം ടാക്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ്സ് എന്താണ്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ്സ് എന്താണ്, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്താണ്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്താണ്, നിർബന്ധമായും നോക്കണം. പിന്നെ ഇൻഡെക്സേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ അതിൽ ഈ പറയുന്ന ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ്
അക്വിസിഷൻ എന്താണ്. അതുപോലെ തന്നെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് അങ്ങനെയും ചോദിക്കാം. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഓക്കെ, ആ ഒരു ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് കാഷ്വൽ ഇൻകം എന്താണ് പ്രതീക്ഷിക്കാം. ദെൻ ആനുവൽ അക്രീഷൻ എന്താണ് നോക്കിയിരിക്കണം. ആനുവൽ അക്രീഷൻ. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ട്രാൻസ്ഫേർഡ് ബാലൻസ് എന്താണ്. ട്രാൻസ്ഫേർഡ് ബാലൻസ് എന്താണ്. ബാലൻസ് നോക്കിയിരിക്കണം. ദെൻ ഈസി ആയിട്ടുള്ള ചോദ്യം CBDT സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് അവരുടെ പവേഴ്സ് നോക്കി വെച്ചോളൂ. ആൻഡ് ഫൈനലി ഒരു സജഷൻ കൂടി നൽകാനുള്ളത് സെറ്റ് ഓഫ് എന്താണ്. സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്. സെറ്റ് ഓഫ് എന്താണ്. സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്. റിലീഫ് എന്താണ്. മാർജിനൽ റിലീഫ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ 2 വെയിറ്റേജിൻ്റെ കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് എന്തായാലും നമുക്ക് 4 എണ്ണം ലഭിച്ചിരിക്കും. 7 എണ്ണം ക്വസ്റ്റ്യനിലുണ്ടായിരിക്കും. 6 തിയറിയും ഒരു പ്രോബ്ലമാണ് കണ്ടുവരാറെന്ന് പറഞ്ഞു. അതിലെല്ലാ പ്രാവശ്യവും അസസ്മെൻറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം വരാറുണ്ട്. എന്താണ് അസസ്മെൻറ്റ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസസ്മെൻറ്റിൽ ഏതെങ്കിലും ഒരെണ്ണം. റിട്ടേൺ എന്താണ്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം. ഈ ഫയലിംഗോ ബിലേറ്റഡോ ഡിഫക്റ്റീവോ. TCS എന്താണ്. TDS എന്താണ്. അഡ്വാൻസ് ടാക്സ് എന്താണ്. അഡ്വാൻസ് ടാക്സിൻ്റെ പ്രോബ്ലം ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പാൻ എന്താണ്. ഇൻഡെക്സേഷൻ. ടാക്സ് മാനേജ്മെൻറ്റ്. പ്ലാനിങ്, അവോയ്ഡൻസ്, ഇവേഷൻ, പ്രോഫിറ്റ് ഇൻ ലീവ് ഓഫ് സാലറി. ഇനി 4 items നോട്ട് ചാർജബിൾ ടു ഇൻകം ടാക്സ്. പിന്നെ ലോങ് ടൈം ക്യാപിറ്റൽ അസെറ്റ്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസെറ്റ്, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് എന്താണ്, കാഷ്വൽ ഇൻകം എന്താണ്, ആനുവൽ അക്രീഷൻ എന്താണ്, ട്രാൻസ്ഫേർഡ് ബാലൻസ്, CBDT അതിൻ്റെ പവേഴ്സ്, പിന്നെ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ് എന്താണ്, റിലീഫ് എന്താണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ. ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ വരുന്നത് ഇതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇതാണ്. ഓക്കെ, ഫൈനലി ഇത്. സോ ദാറ്റ്സ് അബൌട്ട് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങൾ. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 3 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങളായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.